അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് ബിസിനസ് സ്റ്റഡീസിലെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവാണ്. ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓർ നേച്ചർ ആൻഡ് പേർപ്പസ് ഓഫ് ബിസിനസ്. വ്യാപാരം, കച്ചവടം, വാണിജ്യം ഓർ ബിസിനസ്സിൻ്റെ സ്വഭാവവും ലക്ഷ്യവും എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ബിസിനസ്സിൻ്റെ സ്വഭാവവും അതിൻ്റെ ആവശ്യകതയും അതാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഈസ് ബിസിനസ്? എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബിസിനസ് എന്ന ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ബിസി, തിരക്കേറിയത് എന്നാണ് ബിസിനസ് എന്ന വാക്കിന് വളരെ സിമ്പിളായിട്ടുള്ള അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് പല ബിസിനസ്മാൻ, അവരെല്ലാവരും തന്നെ ഭയങ്കര തിരക്കേറിയവരായിരിക്കും. പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്ക് നിർവഹിക്കാനുണ്ടാവും. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്ത് പഠിക്കണം? എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസുകൾ ഉണ്ട്? ജനറലി രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമ്പത്തികേതര പ്രവർത്തനങ്ങളും. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്ത് നോക്കാം? വാട്ട് ഈസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്? എന്താണ് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ഇക്കണോമിക് ആക്ടിവിറ്റീസ് are undertaken to earn money or money's worth and related to production and exchange of wealth. For example, running a factory, retail shop, cultivating land, etc. ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് പണം സമ്പാദിക്കാനുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പണത്തിൻ്റേതായിട്ടുള്ള മൂല്യമുള്ള മറ്റെന്തെങ്കിലും. ഒരു സ്ഥാപനത്തിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എന്ത് പറയാം? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കത് സെയിൽ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കണം. അപ്പം പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് വെൽത്ത്, പണത്തിൻ്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏതിൽ ഉൾപ്പെടുന്നു? ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നു. റണ്ണിങ് എ ഫാക്ടറി, ഒരു ഫാക്ടറി നടത്തുന്നത് ഏതിന് എക്സാമ്പിളാണ്? ഇക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. റീറ്റെയിൽ ഷോപ്പ്, ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നതും എന്തിന് എക്സാമ്പിളാണ്? ഇക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. ഇനി ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അതെന്ത് പ്രവർത്തനമാണ്? അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം ഡോക്ടർ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ നോക്കുവാനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? അദ്ദേഹത്തിനൊരു വരുമാനം കിട്ടുന്നുണ്ട്, അല്ലേ? ഒരു ടീച്ചർ സ്കൂളിലേക്ക് പോകുന്നത് എന്ത് പ്രവർത്തനമാണ്? അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. ടീച്ചർ സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ഒരു മാസം തികയുമ്പോൾ എന്ത് കിട്ടും? സാലറി കിട്ടും. സോ ഇതെല്ലാം തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. സോ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഏൺ മണി. പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് പറയാം? സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയാം. അടുത്ത ആക്ടിവിറ്റിയാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി അഥവാ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. എന്താണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ നോട്ട് ഫോർ എനി റിവാർഡ് ബട്ട് ഫോർ ദ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അത് വ്യക്തിപരമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എ മദർ ലുക്സ് ആഫ്റ്റർ ഹെർ ചിൽഡ്രൻ. എ ഹൗസ് വൈഫ് കുക്സ് ഫുഡ് ഫോർ ദ ഫാമിലി. ഒരു മാതാവ് തൻ്റെ മക്കളെ പരിപാലിക്കുന്നതും ഒരു വീട്ടമ്മ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നതും സാമ്പത്തികേതര പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. കാരണം
ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവർക്ക് യാതൊരുവിധ പ്രതിഫലവും കിട്ടുന്നില്ല. പണത്തിൻ്റെ മൂല്യമുള്ള യാതൊരുവിധ പ്രതിഫലവും ഇവർക്ക് കിട്ടുന്നില്ല. ഒരു വ്യക്തിപരമായ സംതൃപ്തിയാണ് അവർക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇക്കണോമിക് ആക്ടിവിറ്റീസും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ മീനിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ. ഫസ്റ്റ് പോയിൻ്റായിട്ട് എന്ന് പറയാം, ടു ഏൺ മണി ഓർ മണീസ് വർത്ത്. പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും സമ്പാദിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണെങ്കിലോ ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതൊരു വ്യക്തിപരമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയാണ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പണം കൊണ്ട് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ മാസം ഇത്ര സാലറി അവർക്ക് കിട്ടുന്നുണ്ട്, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര സാലറി, ഇത്ര പേയ്മെൻറ്റ്, അങ്ങനെ പണം കൊണ്ട് കണക്കാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. ബട്ട് ഇൻ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. എന്നാൽ പണം കൊണ്ട് കണക്കാക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങളാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. പോയിന്റ് ഈസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മണി ഈസ് ദ റിവാർഡ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രതിഫലമായിട്ട് കിട്ടുന്നത് എന്താണ്? പണമാണ് അവിടുത്തെ പ്രതിഫലം. ബട്ട് ഇൻ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ റിവാർഡ്. എന്നാൽ സാമ്പത്തികേതര പ്രവർത്തനത്തിൽ മാനസിക സംതൃപ്തിയാണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് ടൈപ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. 3 തരത്തിലാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസുകൾ ഉള്ളത്. ഫസ്റ്റ് ഈസ് പ്രൊഫഷൻ, സെക്കൻഡ് ഈസ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് തേർഡ് ഈസ് ബിസിനസ്. വാട്ട് ഈസ് പ്രൊഫഷൻ? An occupation which involves the rendering of personal service of a special and expert nature based on professional knowledge, education and training. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒക്യുപ്പേഷൻ, അതൊരു ഉദ്യോഗമാണ്. ഒരു പ്രൊഫഷനിൽ വൈദഗ്ധ്യം നിറഞ്ഞ വ്യക്തിഗത സേവനം ഉണ്ടായിരിക്കേണ്ടതാണ്. മാത്രമല്ല പ്രത്യേകമായ പരിജ്ഞാനവും വിദ്യാഭ്യാസവും പരിശീലനവും ആവശ്യമായി വരുന്ന ഒരു ഉദ്യോഗത്തെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ എന്താണ് എക്സാമ്പിൾ പറയാൻ പറ്റുക? ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇവരെല്ലാവരും തന്നെ പേഴ്സണലായിട്ട് സർവീസ് നടത്തുന്നവരാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് ആയാലും ലോയേഴ്സ് ആയാലും ഇവർക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു നോളേജ് ഉണ്ടായിരിക്കും, ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നവരാണ്, പ്രത്യേകമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കും. ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ രണ്ടാമത്തേതാണ് എംപ്ലോയ്മെൻറ്റ് അഥവാ തൊഴിൽ. ഇറ്റ് ഈസ് എ ഹ്യൂമൻ ഓക്യുപ്പേഷൻ. ഇത് മാനുഷികമായിട്ടുള്ള ഒരു ഉദ്യോഗമാണ്. ഇൻ വിച്ച് ദ എംപ്ലോയി ഏൺസ് വേജ് ഓർ സാലറി ബൈ വർക്കിംഗ് ഫോർ ദ എംപ്ലോയർ. ഇവിടെ ഒരു എംപ്ലോയി എംപ്ലോയർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. മാസശമ്പളത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദിവസക്കൂലി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു തൊഴിലാളി മുതലാളിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അണ്ടർ എ കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഒരു തൊഴിൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ. ഫോർ എക്സാമ്പിൾ എ ക്ലർക്ക് ഇൻ എ ഓഫീസ്, എ വർക്കർ ഇൻ എ ഫാക്ടറി. നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ഒരു ക്ലർക്ക് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിരിക്കും, നിനക്ക് മാസം 5000 രൂപ തരാം, നീ രാവിലെ ഒരു 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, ഒരു കരാറുണ്ടായിരിക്കും. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലായി ആണ് ഒരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത്. ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ മൂന്നാമത്തേതാണ് ബിസിനസ്. ബിസിനസ് ഇൻക്ലൂഡ്സ് റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിങ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ നിരന്തരമായ വാങ്ങലുകളും കൊടുക്കലുകളുമാണ് ഉൾപ്പെടുന്നത്. ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ്. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദനം നടത്തുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്, ഒരു താരതമ്യ പഠനം. അതായത് 3 ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫസ്റ്റ് ഡിഫറൻസ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അഥവാ സ്ഥാപിച്ചെടുക്കുന്ന രീതി. ഇൻ എ ബിസിനസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എൻ്റർപ്രണേഴ്സ് ഡിസിഷൻസ്. ഒരു വ്യാപാര സ്ഥാപനം സ്ഥാപിച്ചെടുക്കുന്നത് ഒരു സംരംഭകൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റർപ്രണർ അഥവാ സംരംഭകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ബിസിനസ് ആരാണോ സ്ഥാപിച്ചെടുക്കുന്നത് അയാളെയാണ് എൻ്റർപ്രണർ എന്ന് പറയുക. ഇൻ എ പ്രൊഫഷൻ മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. ഒരു പ്രൊഫഷണൽ സംഘടനയിൽ അംഗത്വം കിട്ടുന്നതോടുകൂടി ഒരു പ്രൊഫഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഏതൊരു പ്രൊഫഷനും അതാത് പ്രൊഫഷണൽ സംഘടനകളുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സംഘടന? ഈ സംഘടനയാണ് ഇതിലെ മെമ്പേഴ്സിൻ്റെ പ്രവേശനം, അവരുടെ സർട്ടിഫിക്കറ്റ് നൽകൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, നടപ്പാക്കൽ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സംഘടനയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ മെമ്പറായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയുള്ളൂ. ഇൻ ആൻ എംപ്ലോയ്മെൻറ്റ് ദർ ഇസ് ആൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അതായത് തൊഴിലെടുക്കാനുള്ള ഒരു ഓർഡർ മുതലാളി നൽകിയാൽ അവിടെ ഒരു എംപ്ലോയിക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പോയിൻമെൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ജോലി എടുക്കാനുള്ള ഒരു ഓർഡർ നൽകുക. മുതലാളി ആഗ്രഹിക്കുന്ന തലത്തിലുള്ള എല്ലാവിധ യോഗ്യതകളും ആ തൊഴിലാളിക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ജോലി എടുക്കാനുള്ള ഓർഡർ തൊഴിലാളിക്ക് നൽകുന്നു. സെക്കൻഡ് ഡിഫറൻസ് ഈസ് നേച്ചർ ഓഫ് വർക്ക്. ആ വർക്കിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വ്യത്യാസമായിട്ട് പറയുന്നത്. ഇൻ എ ബിസിനസ് പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ പബ്ലിക്. ഒരു ബിസിനസ്സിലാണെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇൻ പ്രൊഫഷൻ റെൻഡറിങ് പ്രൊഫഷണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ്. എന്നാൽ ഒരു പ്രൊഫഷനിലാണെങ്കിലോ അവിടെ വ്യക്തിഗതമായിട്ടുള്ള വളരെ വൈദഗ്ധ്യം നിറഞ്ഞ ഒരു സേവനമാണ് പ്രൊഫഷനിൽ നൽകുന്നത്. ബട്ട് ഇൻ ആൻ എംപ്ലോയ്മെൻറ്റ് പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട്. എന്നാൽ ഒരു തൊഴിലിലാണെങ്കിൽ ഒരു സേവന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തൊഴിലാളി വർക്ക് ചെയ്യുന്നത്. ഡിഫറൻസ് ഈസ് ക്വാളിഫിക്കേഷൻ അഥവാ യോഗ്യത. എന്താണ് ഒരു ബിസിനസ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ? നോ മിനിമം ക്വാളിഫിക്കേഷൻ. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു യോഗ്യത ഇല്ല. ഏതൊരു 4ാം ക്ലാസ്സുകാരനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ഇൻ എ പ്രൊഫഷൻ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പ്രൊഫഷനിലാണെങ്കിൽ യോഗ്യതയും പരിശീലനവും ആവശ്യമാണ്. എംപ്ലോയ്മെൻറ്റിലാണെങ്കിൽ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ. അതായത് ഒരു തൊഴിലുടമ ആഗ്രഹിക്കുന്ന ക്വാളിഫിക്കേഷനാണ് ഒരു എംപ്ലോയിക്ക് ഉണ്ടാവേണ്ടത്. ഡിഫറൻസ് ഈസ് റിവാർഡ് ഓഫ് റിട്ടേൺ അഥവാ പ്രതിഫലം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ലാഭമാണ് ഒരു ബിസിനസ്സുകാരന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. പ്രൊഫഷനിലാണെങ്കിൽ ഫീസാണ് റിവാർഡായിട്ട് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സിനും ലോയേഴ്സിനൊക്കെ ഒരു ഫീസാണ് കൊടുക്കുക ആൾക്കാർ, അല്ലേ? ഡോക്ടേഴ്സിനെ പോയി കണ്ടാൽ ഒരു കൺസൾട്ടേഷൻ ഫീ ഉണ്ടാവും, ആ ഫീ കൊടുക്കും ആ ഡോക്ടറുടെ പേഷ്യൻസ്. അതേപോലെ തന്നെ ഒരു ലോയർ ആണെങ്കിൽ ആ ലോയറുടെ ക്ലയൻസൊക്കെ ഒരു ഫീസാണ് ലോയർക്ക് നൽകുക. ദെൻ എംപ്ലോയ്മെൻറ്റിൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് സാലറി അല്ലെങ്കിൽ വേജാണ് നൽകുക. ഒന്നെങ്കിൽ മാസശമ്പളത്തിനായിരിക്കും ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, അതല്ലെങ്കിൽ ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരുമുണ്ട്. ഫിഫ്ത്ത് ഡിഫറൻസ് ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ മൂലധന നിക്ഷേപം. എങ്ങനെയാണ് ഇതിൽ 3ലും മുതൽ മുടക്കുന്നത്? ബിസിനസ്സിലാണെങ്കിൽ ലാർജ് ക്യാപിറ്റൽ വേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
അതിൻ്റെ മുതൽ മുടക്ക് തീരുമാനിക്കുന്നത്. വലിയ ബിസിനസ്സൊക്കെ സ്ഥാപിക്കാനാണെങ്കിൽ വലിയൊരു ക്യാപിറ്റൽ തന്നെ ഇറക്കേണ്ടി വരും. അതല്ല ഒരു ചെറിയ ലെവലിലുള്ള ബിസിനസ് ആണെങ്കിൽ അത്ര തന്നെ ക്യാപിറ്റൽ വേണ്ടി വരില്ല. അപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെയും സ്വഭാവം അനുസരിച്ച് ക്യാപിറ്റലിൽ വ്യത്യാസം വരും. ദെൻ പ്രൊഫഷണൽ ആണെങ്കിൽ അവിടെ പരിമിതമായിട്ടുള്ള മൂലധനമാണ് ആവശ്യമുള്ളൂ, ലിമിറ്റഡ് ക്യാപിറ്റലേ ആവശ്യമുള്ളൂ. ദെൻ എംപ്ലോയ്മെൻറ്റിലാണെങ്കിൽ നോ ക്യാപിറ്റൽ, അവിടെ ഒരു ക്യാപിറ്റലിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഒരു തൊഴിലാളിക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി എടുക്കുന്നതിന് അദ്ദേഹത്തിന് വല്ല മുതൽ മുടക്കിൻ്റെയും ആവശ്യമുണ്ടോ? ഇല്ല. ടൈം ആകുമ്പോൾ പോവുക, ടൈം കഴിഞ്ഞാൽ വരിക, മാസം എത്തുമ്പോൾ ശമ്പളം വാങ്ങിക്കുക, ദിവസക്കൂലി ആണെങ്കിൽ വേജ് വാങ്ങിക്കുക. അപ്പോൾ അവിടെ എംപ്ലോയ്മെൻറ്റിൽ ദർ ഈസ് നോ ക്യാപിറ്റൽ, അവിടെ ഒരു മുതൽ മുടക്കിൻ്റെയും ആവശ്യമില്ല. 6th ഡിഫറൻസ് ഈസ് റിസ്ക്. ഒരു ബിസിനസ്സിലാണെങ്കിൽ റിസ്ക് അഥവാ നഷ്ടസാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം ഒരു ബിസിനസ് നടത്തുന്നത് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. ഈ ക്യാപിറ്റലെല്ലാം തിരിച്ച് കിട്ടുമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരുപാട് ആൾക്കാർ പുതിയ തരത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്തായിരിക്കും ഇവിടെ COVID-19 എന്നുള്ള മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അത് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത്? എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അടച്ചു പൂട്ടേണ്ടി വന്നു അല്ലേ? മെഡിക്കൽ ഷോപ്പ് അങ്ങനെ ചില സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ബിസിനസ് ഫേമുകൾക്കും അടച്ചു പൂട്ടേണ്ടി വന്നു. വ്യക്തികൾക്കായാലും പല സ്ഥാപനങ്ങൾക്കായാലും ഈ ഒരു ടൈമിൽ ഒരുപാട് റിസ്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആരും എല്ലാം പൂട്ടേണ്ട ഒരവസ്ഥയാണ്. ഗവൺമെൻറ് അങ്ങനെയാണ് ഓർഡർ ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആ നിയമങ്ങൾ പാലിച്ചേ തീരും. അപ്പോൾ എന്തുണ്ടാവുക? അവരുടെ വലിയൊരു തുക കൊടുത്ത് അവർ വാങ്ങിവെച്ച പ്രൊഡക്ട്സ് എല്ലാം തന്നെ അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഗോഡൗണുകളിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിൽ നാശമായി പോകുന്ന സാധനങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിന് ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. പ്രൊഫഷനിലാണെങ്കിൽ അതിലും റിസ്ക് ഉണ്ട്, എന്നാൽ ബിസിനസ്സിൻ്റെ അത്രയും റിസ്ക് ഇല്ല, വളരെ കുറച്ച് റിസ്ക് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദർ ഈസ് നോ റിസ്ക്. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അവിടെ യാതൊരുവിധ നഷ്ടസാധ്യതയും ഉണ്ടാകുന്നില്ല. ഒരു തൊഴിലാളിക്ക് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടസാധ്യതയുടെയും ആവശ്യമില്ല. യാതൊരു നഷ്ടവും അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. 7th ഡിഫറൻസ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. താൽപ്പര്യങ്ങളുടെ കൈമാറ്റം അഥവാ ഉടമസ്ഥാവകാശം കൈമാറൽ. ഒരു ബിസിനസ്സിൻ്റെ കേസാണെങ്കിൽ ഒരാൾ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് വേറൊരാൾക്ക് കൈമാറാവുന്നതാണ്, ട്രാൻസ്ഫറബിൾ ആണ്. ബട്ട് ഇൻ എ പ്രൊഫഷൻ നോട്ട് ട്രാൻസ്ഫറബിൾ. എന്നാൽ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഇങ്ങനെ കൈമാറാൻ സാധിക്കുമോ? എൻ്റെ പണി നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാൾക്ക് കൈമാറാൻ പറ്റില്ല. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിലും ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ലാസ്റ്റ് ഡിഫറൻസ് ഈസ് കോഡ് ഓഫ് കണ്ടക്റ്റ് അഥവാ പെരുമാറ്റച്ചട്ടം. ഇൻ എ ബിസിനസ് നോ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഒരു ബിസിനസ്സിലാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളുടെയും ആവശ്യമില്ല. ബട്ട് ഇൻ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോഡ്. എന്നാൽ ഒരു പ്രൊഫഷനാണെങ്കിൽ അതാത് പ്രൊഫഷണൽ സംഘടനകളുടെ എത്തിക്കൽ കോഡ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സും വക്കീലന്മാരൊക്കെ അവരുടെ എല്ലാവിധ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രൊഫഷനിലേക്ക് കടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്? ഒരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. എംപ്ലോയ്മെൻറ്റിലാണെങ്കിലോ എംപ്ലോയർ എന്താണോ പറയുന്നത്, അദ്ദേഹം പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ് എന്താണോ അതാണ് എംപ്ലോയി ചെയ്യേണ്ടത്. ഇത്രയുമാണ് ബിസിനസ്, പ്രൊഫഷൻ, തൊഴിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പോയിൻ്റ് ഈസ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സെക്കൻഡ് ഈസ് നേച്ചർ ഓഫ് വർക്ക്. തേർഡ് ഈസ് ക്വാളിഫിക്കേഷൻ. ഫോർത്ത് ഈസ് റിവാർഡ്. ഫിഫ്ത്ത് ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സിക്സ്ത് ഈസ് റിസ്ക്. സെവൻത്ത് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്.
ദെൻ ലാസ്റ്റ് വൺ കോഡ് ഓഫ് കണ്ടക്ട്. ഇതുവരെ നമ്മൾ 3 തരം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഡിഫറൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ സവിശേഷതകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്സിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഓർ ലീവ്ലിഹുഡ് ബട്ട് നോട്ട് ഫോർ ലവ്, അഫെക്ഷൻ എക്സെട്ര. അതായത് ധനസമ്പാദനത്തിന് വേണ്ടിയോ ഉപജീവനത്തിന് വേണ്ടിയോ ഏറ്റെടുക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ബിസിനസ്സിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല വാത്സല്യം, സഹതാപം, സ്നേഹം തുടങ്ങിയ വിചാരങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രവർത്തനമല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഫീച്ചർ ഈസ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം അഥവാ സംഭരണം. എവറി ബിസിനസ് ഷുഡ് ഐദർ പ്രൊഡ്യൂസ് ഓർ അക്വയർ ദ ഗുഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഡീൽസ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒന്നുകിൽ സാധനങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് ഉൽപ്പാദകരിൽ നിന്ന് അവ ശേഖരിച്ച് കസ്റ്റമേഴ്സിന് വിൽക്കുകയോ ചെയ്യും. ഗുഡ്സ് മേ കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. ബിസിനസ് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളെ 2ആയി തരംതിരിക്കാം. ക്യാപിറ്റൽ ഗുഡ്സ് അഥവാ മൂലധന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഇത്തരം ഗുഡ്സ് വാങ്ങിക്കാൻ ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. ഫോർ എക്സാമ്പിൾ, ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ്, ഉൽപ്പാദനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വലിയ വലിയ മെഷീൻസുകൾ അല്ലെങ്കിൽ മെഷീൻ്റെ പാർട്സുകൾ, ഫർണിച്ചേഴ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒത്തിരി ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇത്തരം ഗുഡ്സുകളെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോക്തൃ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ പെൻസില്, പേന, സോപ്പ് ഇവയെല്ലാം തന്നെ കസ്റ്റമേഴ്സ് ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയും കൈമാറ്റവും. There should be sale or exchange of goods or services between the seller and buyer. ഒരു ബിസിനസ്സിൽ ഒരു ബയ്യറും സെല്ലറും തമ്മിൽ, അതായത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറുകയോ വിൽപ്പന നടത്തുകയോ ചെയ്തിരിക്കും. ഫോർത്ത് ഫീച്ചർ ഈസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ചരക്കുകളെയും സേവനങ്ങളെയും സ്ഥിരാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യൽ. എ സിംഗിൾ ട്രാൻസാക്ഷൻ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ്. അതായത് ഒരൊറ്റ ട്രാൻസാക്ഷൻ, ഒരൊറ്റ ഇടപാട് മാത്രം നടത്തിയാൽ അതിനെ ഒരിക്കലും ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ റെഗുലറായിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ സെൽസ് ഹിസ് ഓൾഡ് സ്കൂട്ടർ ഈവൻ അറ്റ് എ പ്രോഫിറ്റ് cannot be treated as a business as there is no continuity. ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ലാഭത്തിന് വേണ്ടിയിട്ട് വിറ്റു എന്ന് കരുതുക. പക്ഷേ അവിടെ ആ ഒരൊറ്റ ട്രാൻസാക്ഷൻ മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളൂ, തൻ്റെ സ്കൂട്ടർ വിറ്റു. അതൊരിക്കലും ഒരു ബിസിനസ് ആവുകയില്ല. ബിസിനസ് ആവണമെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഫിഫ്ത്ത് ഫീച്ചർ ഈസ് പ്രോഫിറ്റ് ഏർണിംഗ് അഥവാ ലാഭസമ്പാദനം. ദി ബിസിനസ് ആക്ടിവിറ്റി മസ്റ്റ് ബി ഇൻറ്റൻഡഡ് ടു ഏൺ പ്രോഫിറ്റ്. ഏതൊരു ബിസിനസ് പ്രവർത്തനമായാലും അതിൽ ലാഭമുണ്ടാക്കുക, ലാഭം സമ്പാദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ബിസിനസ്മാൻ ഷുഡ് ടേക്ക് ഓൾ പോസിബിൾ എഫേർട്സ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ബൈ ഇൻക്രീസിങ് സെയിൽസ് വോളിയം ഓർ റെഡ്യൂസിങ് കോസ്റ്റ്. ഒരു ബിസിനസ്മാൻ തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാവിധ പ്രയത്നങ്ങളും എടുക്കും. ഉൽപ്പാദന ചെലവ് കുറച്ചുകൊണ്ടും വിൽപ്പന അധികരിപ്പിച്ചുകൊണ്ടും ഒരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ്മാൻ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. സിക്സ്ത് ഫീച്ചർ ഈസ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ അഥവാ വരുമാനത്തിലെ അനിശ്ചിതത്വം. നോ ബിസിനസ് ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഒരു ബിസിനസ്സിനും
ഭാവിയിലെ പ്രോഫിറ്റ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു നിശ്ചിത പീരീഡിൽ ഒരു ബിസിനസ്സിൽ എത്രമാത്രം ലാഭം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഒരു ബിസിനസ്മാന് യാതൊരുവിധ നോളേജും ഉണ്ടായിരിക്കില്ല. അദ്ദേഹം ഇറക്കുന്ന മൂലധനത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു അറിവിൻ്റെ അഭാവമാണ് ഇവിടെ അനിശ്ചിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫീച്ചർ ഈസ് എലമെൻ്റ് ഓഫ് റിസ്ക് അഥവാ നഷ്ടസാധ്യത. എവറി ബിസിനസ് ഈസ് സബ്ജക്റ്റ് ടു റിസ്ക് ഡ്യൂ ടു വേരിയസ് റീസൺസ്. എല്ലാ ബിസിനസ്സിലും നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സിന് നഷ്ടം സംഭവിക്കുക? എക്സാമ്പിൾ, ചേഞ്ച് ഇൻ ഫാഷൻ, ഫയർ, തെഫ്റ്റ്, നാച്ചുറൽ കാലാമിറ്റീസ് എക്സെട്ര. ഒന്നുകിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെ, ഇപ്പോൾ സുനാമി, വെള്ളപ്പൊക്കം മുതലായ കാരണങ്ങൾ കൊണ്ട് ഒരു ബിസിനസ്സിന് നഷ്ടം സംഭവിക്കാം. അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫാഷനിൽ വരുന്ന മാറ്റങ്ങൾ, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ കൊള്ള ചെയ്യപ്പെടുക ബിസിനസ്, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുക മുതലായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് അഥവാ ബിസിനസ്സിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ. ഫീച്ചേഴ്സ് ചോദിച്ചാലും ഈ പോയിൻറ്റ്സ് എഴുതാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. സെക്കൻഡ് ഈസ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും സംഭരണവുമാണ് ഉൾപ്പെടുന്നത്. തേർഡ് ഈസ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയും കൈമാറ്റവുമാണ് ഉൾപ്പെടുന്നത്. ഫോർത്ത് ഈസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്ഥിരാടിസ്ഥാനത്തിലുള്ള കൈകാര്യം ചെയ്യലാണ്. ഫിഫ്ത്ത് ഈസ് പ്രോഫിറ്റ് ഏർണിംഗ് അഥവാ ലാഭം ഉണ്ടാക്കലാണ് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം. സിക്സ്ത് ഈസ് അൺസർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ. ബിസിനസ്സിൻ്റെ വരുമാനത്തിലുള്ള അനിശ്ചിതത്വമാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞത് എലമെൻ്റ് ഓഫ് റിസ്ക് അഥവാ നഷ്ടസാധ്യത. ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? 2 ടൈപ്പ് ആക്ടിവിറ്റീസ് പറഞ്ഞു അല്ലേ? ഇക്കണോമിക് ആക്ടിവിറ്റീസും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് പറഞ്ഞു. പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇങ്ങനെ 3 തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇതുവരെ എടുത്ത ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.